ഹലോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് പിതാവേ. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. എല്ലാവർക്കും വന്ദനം. KLCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ, ലൂർദ് ഹോസ്പിറ്റൽ, ആശ്വാസ് കൗൺസിലിംഗ് സെന്റർ എന്നിവർ സംയുക്തമായി ഒരുക്കുന്ന മൈൻഡ് യുവർ മൈൻഡ് എന്ന നവീനമായ കൂട്ടായ്മയിലെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജെയ്സൺ, KLCBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ അസോസിയേറ്റ് സെക്രട്ടറിയാണ്. നമ്മൾ KLCBC എഡ്യൂക്കേഷൻ വ്യക്തിഗത വികാസത്തിന് വേണ്ടി ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മീഷനാണ്. ഇപ്പോൾ നമുക്കൊരു പ്രോഗ്രാം നടക്കുന്നത്, പ്രസംഗ നേതൃത്വ പരിശീലന പരിപാടി നടക്കുന്നുണ്ട്. അതിൽ ഏകദേശം 270ഓളം ആളുകൾ, നമ്മുടെ സമുദായത്തിലെ പല രൂപതകളിൽ നിന്നുള്ള ആളുകൾ 17 ഗ്രൂപ്പുകളിലായി ആനിമേറ്റേഴ്സിന്റെയും കോർഡിനേറ്റേഴ്സിന്റെ സഹായത്തോടുകൂടി പരിശീലന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 സെഷനോളം ഞങ്ങൾ കഴിഞ്ഞു. വളരെ വിജയകരമായി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് രണ്ടാമത്തെ പ്രൊജക്റ്റാണ്. അപ്പം ഇതില് ബേസിക്കലി മനസ്സിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഭാവിയെ കരുതലോടെ നോക്കിക്കാണുവാനുമായിട്ടുള്ള ഒരു വലിയ ദൗത്യത്തിനാണ് ഇന്ന് നാം തുടക്കം കുറിക്കുന്നത്. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഈ സദസ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ലിംന ലോപ്പസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദിയിലുണ്ടായൊരജ്ഞാത ശക്തിനി, കാലാതിവർത്തിയാം ശില്പിനി, കർമ്മ ചൈതന്യമായി സത്യമായി ശിവമായി സുന്ദരമായും ജ്വലിക്കുന്നു നീ. കത്തും മണാലണി വീതികളിൽ നീ നൽകുളിർ ചോലയായൊഴുകുന്നു. ചുറ്റും കൂരിരുൾ മേവും വഴികളിൽ സത്യപ്രകാശമായി നീ തെളിയുന്നു. ചുറ്റും കൂരിരുൾ മേവും വഴികളിൽ സത്യപ്രകാശമായി നീ തെളിയുന്നു. ആദിയിലുണ്ടായൊരജ്ഞാത ശക്തിനി, കാലാതിവർത്തിയാം ശില്പിനി, കർമ്മ ചൈതന്യമായി സത്യമായി ശിവമായി സുന്ദരമായും ജ്വലിക്കുന്നു നീ. സുന്ദരമായും ജ്വലിക്കുന്നു നീ. നന്ദി ലിന്ന. ഈ മഹത്തായ സംരംഭത്തിന് പിന്നിലെ ചാലകശക്തിയെ പ്രവർത്തിച്ച വ്യക്തിയാണ് നമ്മുടെ കമ്മീഷൻ സെക്രട്ടറി, ബഹുമാനപ്പെട്ട ഫാദർ അഭിലാഷ് ഗിർഗറി. നമ്മുടെ ഈ ചടങ്ങിനും കൂട്ടായ്മയ്ക്കും ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ഫാദർ അഭിലാഷ് ഗിർഗറിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിവന്ദ്യ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഒത്തിരി സന്തോഷത്തോടുകൂടി ആദ്യമേ തന്നെ നിങ്ങളെല്ലാവരെയും ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ മാനസികമായിട്ട് ഉള്ള ആരോഗ്യരംഗത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന്. മുമ്പ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു മാനസിക ആരോഗ്യം ഇപ്പോഴത്തെ തലമുറയിൽ ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കെ തന്നെ എവിടെയാണ് സഹായം തേടേണ്ടത്, ആരുടെ അടുത്താണ് സഹായത്തിനായി പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തൊരു സാഹചര്യവുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരാശയത്തിലേക്ക് നമ്മൾ കടന്നത്. അതിന് ഒത്തിരി അനുഗ്രഹം നമ്മുടെ കമ്മീഷന്റെ ചെയർമാനായ അഭിവന്ദ്യ പിതാവ് നൽകുകയുണ്ടായി. പിതാവ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ഇതിനുവേണ്ട എല്ലാ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് അനുവാദം നൽകുകയും ചെയ്തു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും അൽമായരുടെയും പേരിൽ അഭിവന്ദ്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിനെ ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട വൈദികരുണ്ട്. ലൂർദ് ഹോസ്പിറ്റലുമായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തപ്പോൾ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറച്ഛനും മറ്റ് അംഗങ്ങളുമൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധരായി. ലൂർദ് ഹോസ്പിറ്റലിലെ എല്ലാ ഡയറക്ടറച്ഛനെയും എല്ലാ അംഗങ്ങളെയും ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശ്വാസ് കൗൺസിലിംഗ് സെന്ററും നമുക്ക് വലിയ സപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആശ്വാസ്
കൗൺസിലിംഗ് സെന്ററിലെ അച്ഛനെയും എല്ലാ അംഗങ്ങളെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി ബഹുമാനപ്പെട്ട ഫാദർ അഭിലാഷ് ഗ്രിഗറി. അടുത്തതായി നമ്മുടെ ഈ സംരംഭത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മമാണ്. വിദ്യാഭ്യാസം വെറും അറിവ് മാത്രമല്ല, അത് മനസ്സിനെ കൂടി രൂപപ്പെടുത്തുന്നതാകണം എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ കമ്മീഷൻ ചെയർമാനും കൊല്ലം രൂപത മെത്രാനുമായ അഭിവന്ദ്യ പിതാവ് ഡോക്ടർ പോൾ മുല്ലശ്ശേരി പിതാവിനെ നമ്മുടെ ഈ മൈൻഡ് യുവർ മൈൻഡ് ഗ്രൂപ്പിന്റെ ഉദ്ഘാടനത്തിനായി നമ്മൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതിനുമായി ആദരവോടെ ക്ഷണിക്കുന്നു. മൈക്ക് മ്യൂട്ടാ പിതാവേ. എത്രയും ബഹുമാനപ്പെട്ട സെക്രട്ടറി അച്ഛ, ജേസൺ സാർ, പ്രിയമുള്ള KRSS എഡ്യൂക്കേഷൻ കമ്മീഷൻ ടീം അംഗങ്ങളെ, പ്രിയമുള്ള ലൂർദ് ഹോസ്പിറ്റലിലെ ഡയറക്ടർസൻ മുതൽ അതിലെ ടീം അംഗങ്ങളെ, ഇത് ശ്രവിക്കുന്ന വിദ്യാർത്ഥി സമൂഹമേ, അധ്യാപകരെ, ഒരു വലിയൊരു കാഴ്ചപ്പാടോടുകൂടി ആരംഭിക്കുന്ന, വേറെ പ്രത്യേകിച്ച് നമ്മുടെ ടീം അംഗങ്ങളിൽ നിന്ന് തന്നെ വന്ന ഒരു ആശയമാണ് ആദ്യത്തെ പ്രസംഗ പരിശീലനവും മറ്റതിനു ശേഷം തുടർന്ന് നമ്മുടെ മൈൻഡ് യുവർ മൈൻഡ് എന്ന ഈ പദ്ധതി. ശരിക്കും പ്രത്യാശയുടെ ഈ വർഷത്തിൽ ആശാവഹമായ ഒരു ചുവടുവയ്പ്പാണിത്. കാരണം പല കാരണങ്ങളാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, ഏറെ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലെ കുഞ്ഞുങ്ങൾ പഠന കാര്യങ്ങളിൽ പിന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അംബിഷൻസും അതിനനുസരിച്ച് പോകാനും സാധിക്കാതെ പകുതി വഴിക്ക് തട്ടി നിൽക്കുന്നവരുണ്ട്. ഇതെല്ലാം എടുക്കുമ്പോൾ നമുക്ക് ഇവയെ നേരിടേണ്ടതുണ്ട്. അത് കുഞ്ഞിലേ തന്നെ തുടങ്ങണം. അവരുടെ മാനസികമായ വ്യാപാരങ്ങളെയും പ്രവർത്തനങ്ങളെയും, ഇപ്പം പരീക്ഷപ്പേടിയെന്നും പഠനപ്പേടിയെന്നും തുടങ്ങി പല വിധത്തിലുള്ള ടെൻഷനുകൾ കാണാം. നമുക്ക് ചില കൊച്ചുങ്ങളുടെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞെന്നോ സ്കൂളിലെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞെന്നോ ചിന്തിച്ചുകൊണ്ട് ആത്മഹത്യക്ക് തന്നെ പോകുന്ന ടെൻഷനുകളുണ്ട്. മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ പഠന സമയത്ത് പഠിക്കുന്നതിന് പകരം മറ്റ് വ്യതിയാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പം അവരുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനും അതിനെ തിരുത്തുവാനും ഒക്കെ. അപ്പോൾ മനസ്സിൻ്റെ ഒരു രൂപീകരണം, എങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ചില കാര്യങ്ങൾ നേടണം, അതിനൊക്കെയുള്ള ഒരു ദിശാബോധം നൽകുക മാത്രമല്ല, അവരെ നയിക്കാൻ. അപ്പോൾ മെൻറ്ററിങ് മാത്രമല്ല, അതിനുപരി അവരുടെ ഹോൾസം രൂപീകരണം എന്ന് പറയും. കാരണം മാനസികമായ രൂപീകരണം അത് നൽകുവാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയാണ്. ഇപ്പോൾ ചിലർക്ക് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം, ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ടാവാം, ചില പഠിക്കാൻ പറ്റാത്തത് കാഴ്ചയുടെ പ്രശ്നമാകാം, കേൾക്കുന്നതിൻ്റെ പ്രശ്നമാകാം. ഇങ്ങനെയുള്ള ഡിഫക്റ്റുകൾ പോലും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ മുന്നേറുവാൻ വേണ്ടി അതിന് ഏറ്റവും സഹായമായിട്ടുള്ളതാണ് കൗൺസിലിങ്ങും അതുപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ. അപ്പോൾ അതിന് സഹകരിക്കുന്ന ഈ ഒരു KRSSയുടെ എഡ്യൂക്കേഷൻ കമ്മീഷനോട് കൈകോർത്ത് കൊണ്ട് തന്നെ പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വന്ന ലൂർദ് ഹോസ്പിറ്റലിലെ ഡയറക്ഷനോടും അതുപോലെ ആശ്വാസത്തിൻ്റെ ഡയറക്ടറോടും ടീം അംഗങ്ങളോടും, പ്രത്യേകിച്ച് വരാപ്പുഴ രൂപതയിലാണത്, വരാപ്പുഴ രൂപത അധ്യക്ഷനോടും ഉൾപ്പെടെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്വാഗതാർഹമായ പരിപാടി മറ്റ് രൂപതകളിലെ പ്രസ്ഥാനങ്ങളും ഇങ്ങനെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ രൂപതകളിലും ഇങ്ങനെയുള്ള യൂണിറ്റുകൾ തുടങ്ങാനായിട്ടുള്ള സഹായമാകുമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പരിശീലന പരിപാടി തുടങ്ങുമ്പോൾ നമുക്കത് രൂപതയിലെ നമ്മുടെ എല്ലാ രൂപതകളിലും 12 രൂപതകളിലും അത് പ്രയോജനപ്പെടുമെന്നുള്ള വിശ്വാസമുണ്ട്. കാരണം മനസ്സ് രൂപീകരിക്കാനുള്ള വെറും അറിവുകൾ എന്നാണ്, ഇൻഫർമേഷൻ മാത്രം കൊടുക്കുന്നതല്ല, ഒരു ബാങ്കിങ് സിസ്റ്റമല്ല വിദ്യാഭ്യാസം. പക്ഷെ മനുഷ്യൻ്റെ പരിപൂർണമായ രൂപീകരണമാണ്. അതിന് നമുക്ക് സഹായമായ വിധത്തിൽ ഈ പരിപാടി, നമ്മുടെ ചർച്ചയും നമ്മുടെ ഈ ഒത്തുവരവും പരിശീലനവും നമ്മുടെ ചർച്ചകളുമൊക്കെ സഹായമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി വിനയത്തോടെ പ്രഖ്യാപിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നന്ദി പിതാവേ, അങ്ങയുടെ അനുഗ്രഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു.
ഉദ്ഘാടനത്തിന് ശേഷം നാം കാത്തിരിക്കുന്ന പ്രധാന സെഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ കരുത്തും ഈ ഗ്രൂപ്പ് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് തണലാകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചും സംസാരിക്കുന്നതിനായി ലൂർദ് ഹോസ്പിറ്റൽ സൈക്യാട്രി വിഭാഗം മേധാവി ഡോക്ടർ റിങ്കു തെരേസ ജോസിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ Yes. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? Yes, ma'am. Audible. ഓക്കെ. എന്റെ കണക്ഷൻ ഇത്തിരി ഇതായി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ചിലപ്പോൾ എന്റെ വീഡിയോ പോയെന്നിരിക്കും. ബട്ട് ലെറ്റ് us സ്റ്റാർട്ട് ദി സെഷൻ. ആദ്യം തന്നെ അഭിമന്യ പിതാവ് ബിഷപ്പ് പോൾ മുൾശ്ശേരി, KRL CBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഭാരവാഹികൾ ഫാദർ അഭിലാഷ് ആൻഡ് മിസ്റ്റർ ജേസൺ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ റെവറൻഡ് ഫാദർ ജോർജ് സെക്വേറ, Dr. Father George from Ashwas, വളരെ താങ്ക് യു ഫോർ ഗിവിംഗ് us this opportunity to join us. അപ്പോൾ അധികം സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് ഞാൻ കടക്കുകയാണ്. സോ ഇന്ന് ഐ തിങ്ക് ഇതിനു മുമ്പ് എല്ലാവരും പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ മാനസിക ആരോഗ്യം, മനസ്സ്, മൈൻഡ്, മെന്റൽ ഹെൽത്ത്, ഇതെല്ലാമാണ് നമ്മൾ ടേംസ് ആയിട്ട് ഉപയോഗിച്ചത്. സോ ആദ്യം തന്നെ ഈ മനസ്സെന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു മനസ്സെന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. സോ മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ക്ലിയർ കട്ട് ഒരു ഉത്തരം കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ സയന്റിഫിക് ആയിട്ട് നമ്മൾ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനും ആ ബ്രെയിനിന്റെ എക്സ്റ്റെൻസീവ് കണക്ഷൻസ് ബോഡിയിലുള്ളതിന്റെ ഒരു ആബ്സ്ട്രാക്ട് എക്സ്പ്രഷൻ ആണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മൈൻഡും ഈ ബോഡിയും നമ്മുടെ ബ്രെയിനും പല ഇൻഫ്ലുവൻസസ് കൊണ്ടാണ് ഷേപ്പ് ചെയ്ത് വന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ജനറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ നമ്മൾ ശിശുവായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ ഊമ്പിൽ ഉള്ള എൻവയറമെന്റ്, പിന്നെ നമ്മൾ പുറത്തോട്ട് ഈ ലോകത്തിലോട്ട് നമ്മൾ പിറന്നു വീഴുമ്പോൾ ഉള്ള നമ്മുടെ ഫാമിലി എൻവയറമെന്റ്, നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എൻവയറമെന്റ്, പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, നമ്മുടെ ജോലിക്ക് പോകുമ്പോൾ അവിടെയുള്ള എൻവയറമെന്റ്, പിന്നെ നമ്മൾ കെട്ടിപ്പറക്കുന്ന നമ്മുടെ സോഷ്യൽ കോണ്ടാക്ട്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, അതേപോലെ തന്നെ നമ്മുടെ ശത്രുക്കള്, നമ്മളെ ശല്യപ്പെടുത്തുന്ന ആൾക്കാർ, എല്ലാവരും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് ആണ് മനസ്സെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസിക ആരോഗ്യം. മെന്റൽ ഹെൽത്ത് എല്ലാവരുടെയും ഒരു ബേസിക് റൈറ്റ് ആണ്. അല്ലാതെ അസുഖമുള്ളവരും അസുഖമില്ലാത്തവരും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. നമ്മൾക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മുടെ ബേസിക് റൈറ്റുമായിട്ടും വേണ്ട ഒരു കാര്യമാണ് മാനസിക ആരോഗ്യം. മാനസിക ആരോഗ്യം അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് കുറേ കൂടി സ്ട്രോങ് ആക്കാൻ പല കാര്യങ്ങളും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗുഡ് സോഷ്യൽ സപ്പോർട്ട്, ഗുഡ് ഫാമിലി സപ്പോർട്ട്, ഗുഡ് ഫിസിക്കൽ ഹെൽത്ത്, വേറെ അസുഖങ്ങളില്ലാത്ത ഒരു അവസ്ഥ, പിന്നെ ഗുഡ് ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസ്, ആവശ്യത്തിന് ഉറക്കം, ഹെൽത്തി ഫുഡ്, നമ്മളുടെ കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ നല്ല ഡെവലപ്മെന്റ് വരാനുള്ള സ്റ്റിമുലേഷൻ കണ്ടീഷൻസ്. സോ ഇതെല്ലാമാണ് നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ അതിനെ എത്രയും സ്ട്രോങ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ നമുക്കുള്ള മാനസിക ആരോഗ്യം ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ദുർബല്യമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ട്രോമ. പല രീതിയിലെ ട്രോമ, ചിലപ്പോൾ കുടുംബങ്ങളിലുള്ള ട്രോമ ആവാം, സ്കൂളുകളിലുള്ള ബുള്ളിങ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വർക്ക് എൻവയറമെന്റ് സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നത് ഡ്രഗ്സ്, ഇപ്പൊ ആൽക്കഹോൾ ആവാം, വേറെ ഡ്രഗ്സ് ആവാം, MDMA, കഞ്ചാവ്, വേറെ കെമിക്കൽ ഡ്രഗ്സ്, അതേപോലെ തന്നെ ഡ്രഗ്സ് അല്ലാത്ത അഡിക്ഷൻസ്, ഫോർ എക്സാമ്പിൾ മൊബൈൽ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഡിജിറ്റൽ അഡിക്ഷൻസ്, അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ ക്യാൻസർ വന്നാൽ അല്ലെങ്കിൽ പ്രമേഹം വന്നാൽ, പല അസുഖങ്ങൾ വരുമ്പോഴും മാനസിക ആരോഗ്യത്തിന് ഒരു ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ആയിട്ട് മാറാൻ പറ്റും. ഓക്കെ. പിന്നെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മാനസിക അസുഖം എന്ന് നമ്മൾ പറയുന്നത്. സോ മാനസിക ആരോഗ്യവും മാനസിക അസുഖവും കണക്റ്റഡ് ആണ്, പക്ഷെ സെയിം അല്ല. സോ മാനസിക അസുഖങ്ങൾ ഇപ്പൊ ലോകത്തെമ്പാടും കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ ലോകത്തിലെ മൂന്നാമത്തെ ക്രോണിക് ഇൽനെസസിൽ
ലിസ്റ്റിൽ വരുന്ന ഒരു അസുഖമാണ് ഡിപ്രഷൻ. സോ അതേപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടാവാം, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവാം, സൂയിസൈഡ്സ് ഉണ്ടാവാം, ഇതിനു മുമ്പ് പറഞ്ഞ പോലെ പല ടൈപ്പ് അഡിക്ഷൻസ്, സൈക്കോസിസ്, ഡിമെൻഷ്യ, പിന്നെ കുട്ടികളിൽ ഓട്ടിസം, ADHD, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ഇങ്ങനെ പല മാനസിക അസുഖങ്ങളുണ്ട്. സോ അഗെയിൻ മാനസിക അസുഖങ്ങളുള്ളവരെ നമ്മൾ മെന്റൽ ഹെൽത്ത് സർവീസസിലോട്ട് യോജിപ്പിക്കാനും അതിന്റെ കറക്റ്റ് അസസ്മെന്റ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് തിരിച്ച് മെയിൻ സ്ട്രീം നമ്മുടെ സൊസൈറ്റിയിലോട്ടും നമ്മുടെ കുടുംബങ്ങളിലോട്ടും നമ്മുടെ കമ്മ്യൂണിറ്റീസിലോട്ടും റീഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടതും ഒരു വളരെ വലിയ ആവശ്യമാണ്. സ്റ്റിഗ്മയിൽ നിന്നും നമ്മൾ അബാൻഡൻമെന്റിൽ നിന്നും ഇവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് നമ്മളുടെ കൂടെ നിർത്തേണ്ടത് വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതാണ് ഞങ്ങളുടെ അണ്ടർലൈൻ ഇൻസ്പിരേഷൻ. നിങ്ങൾ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഞങ്ങളുടെ ഇൻസ്പിരേഷൻ ഈ ഒരു കോൺസെപ്റ്റ്സ് ആണ്. സോ ഞങ്ങളുടെ ടീമിന് മെയിൻ ആയിട്ട് വി വോണ്ട് ടു എൻഷുർ ദാറ്റ് മാനസിക ആരോഗ്യം എല്ലാവർക്കും അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള കഴിവും വേണം, അതിന് വേണ്ട റിസോഴ്സസ് തരാനും പറ്റണം. അതേപോലെ തന്നെ മാനസിക അസുഖമുള്ളവർക്ക് മെന്റൽ ഹെൽത്ത് സർവീസസ് ആക്സസ് ചെയ്യാനും അത് ഉപയോഗിക്കാനും സഹായിക്കാനും അതേപോലെ അതിൽ കൂടെ ഹീലിംഗ് കണ്ടെത്താനും അവർക്ക് ഗൈഡ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലൂഡ്സ് ടീം അല്ലെങ്കിൽ ലൂഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിഹേവിയറൽ സയൻസ് ടീമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് അടുത്ത പരിപാടി. So Lutz Institute of Behavioral Science in Lutz Hospital, Pachalam, Ernakulam. I think it is one of the oldest mental health services in Ernakulam. 20 കൊല്ലത്തിലും കൂടുതൽ പഴക്കമുള്ള മെന്റൽ ഹെൽത്ത് സർവീസസ് ആണ്. ഞങ്ങളൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ്. വി ഹാവ് 3 സീനിയർ സൈക്കാട്രിസ്റ്റ്, ഞാൻ, ഡോക്ടർ വിനീത ഷാജി, Dr. Manu. We have 2 junior psychiatrists, Dr. Ashima, Dr. Nasrin. ഞങ്ങൾക്ക് 3 clinical psychologists are ഉള്ളത്. Mrs. Divya J, Mr. Jaisal, Sister Shiji, and 1 psychiatric social worker, Miss Preena. So ഞങ്ങളുടെ ഈ ടീമാണ്. We run OPD services, OPD mental health services, Monday to Saturday, 9 o'clock to 6 p.m. We have a 24/7 emergency services throughout the week. We have a 35-bedded admission facility, inpatient facility, general ward on the rooms on the 25 bedded secure facilities on the ഞങ്ങളുടെ ടീം മെഡിക്കൽ മാനേജ്മെന്റ് ചെയ്യും, തെറപ്പീസ്, സൈക്കോതെറപ്പീസ് ചെയ്യും, സപ്പോർട്ടീവ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, ഫാമിലി മെറൈറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. We have specialist child and adolescent setups, and we also look at the other extreme geriatric services ഉണ്ട്, de-addiction നടത്തുന്നുണ്ട്. So as a team we handle almost the whole spectrum of psychiatric conditions. Okay, we also have the state of the art latest facilities like repetitive transcranial magnetic stimulation, electroconvulsive therapy. അപ്പോൾ ഒരു ഫുൾ സെറ്റപ്പ് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഇൻവോൾവ്മെന്റ് മെയിൻ ആയിട്ട് ഇറ്റ് ഈസ് അവർ ഏർണസ്റ്റ് ഡിസയർ ടു പ്രൊമോട്ട് മെന്റൽ ഹെൽത്ത്. സോ ഇൻഫോർമേഷൻ മെന്റൽ ഹെൽത്തിനെ കുറിച്ചും മാനസിക അസുഖങ്ങളെ കുറിച്ചും അപ് ടു ഡേറ്റ് സയന്റിഫിക് നോളജ് അത് വാട്സാപ്പ് മെസ്സേജസിൽ കൂടി ആവാം. ഇടയ്ക്കിടയ്ക്ക് വെബിനാർസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്സ് അല്ലെങ്കിൽ സെഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വി ഹോപ്പ് ടു ബ്രിങ് ദിസ് അവയർനെസ് ടു ദ ജനറൽ പബ്ലിക്. സോ അത് വെച്ച് ഹോപ്പ്ഫുള്ളി വി ക്യാൻ ഗിവ് ഗൈഡൻസ് ടു പീപ്പിൾ ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ലൈഫ്. സോ ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ എങ്ങനെയാ നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാം, പാരന്റൽ കൗൺസിലിംഗ്, പാരന്റൽ സ്കിൽസ് ട്രെയിനിങ്, പിന്നെ കുട്ടികളുടെ ചൈൽഡ്ഹുഡിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ഇപ്പൊ ADHDയോ ഓട്ടിസം എങ്ങനെയാണ് നമുക്ക് പിക്കപ്പ് ചെയ്യണേ, പിക്കപ്പ് ചെയ്താൽ ഇനി അടുത്ത സ്റ്റെപ്പ് എവിടെയാ പോവണ്ടേ, എന്തൊക്കെ ടൈപ്പ് ഓഫ് തെറപ്പീസാ വേണ്ടേ, ഇതിന്റെയൊക്കെ ബ്രോഡ് ഗൈഡൻസും എങ്ങോട്ട് പോകണം എന്നുള്ള റെഫറൽ സർവീസസും ഒക്കെ we hope to bring to the public. We would also like to focus on awareness about addiction, because ഇതിനു മുമ്പ് പറഞ്ഞ പോലെ addiction, whether it is substances, alcohol, അല്ലെങ്കിൽ ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷനോ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു I think it is one of the biggest and newest destructive habits that has come in.
സോ കുട്ടികളായാലും യൂത്ത് ആയാലും ആയാലും ഈ ഒരു അഡിക്ഷനിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ നമ്പേഴ്സ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. So we would like to bring awareness on how to tackle this problem, how to recognize this problem, and how to get help for this thing. പിന്നെ അസുഖങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും മാനസിക ആരോഗ്യം എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുക, വളർത്തിക്കൊണ്ടുവരിക, അതിനുള്ള എന്തൊക്കെയാണ് ലൈഫ് സ്കിൽസ് വേണ്ടേ, ഒരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് വരുന്നത്, അതിനെക്കുറിച്ചും ഒക്കെ വി വുഡ് ലൈക്ക് ടു ഡിസ്കസ് ഇൻ ദിസ് ഗ്രൂപ്പ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് വഴി വി വോണ്ട് ടു ക്രിയേറ്റ് ഒരു സേഫ് ആൻഡ് സപ്പോർട്ടീവ് ഓൺലൈൻ ഡിജിറ്റൽ സ്പേസ്. ആൾക്കാർക്ക് വന്ന് സംശയങ്ങളോ ചോദ്യങ്ങളോ ചോദിക്കാനും എക്സ്പേർട്ട് ഗൈഡൻസ് നൽകാനും ഉള്ള ഒരു സേഫ് ആൻഡ് സപ്പോർട്ടീവ് വേദിയാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ കൂടി വി ആർ ഹോപ്പിംഗ് ടു ബ്രിങ് അബൌട്ട്. സിമിലർലി ഇപ്പോൾ മാനസിക അസുഖം അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി പേഴ്സണൽ ആൻഡ് കോൺഫിഡൻഷ്യൽ ടോപ്പിക്. അപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് ഈ ഗ്രൂപ്പിൽ കൂടി നൽകാൻ പറ്റത്തില്ല എന്ന് ഐ എം ഷുവർ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ബട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും അല്ലെങ്കിൽ അസുഖമുള്ളവർക്കും എന്ത് ചെയ്യണം, എവിടെ പോകണം, ആരുടെ സഹായമാണ് വേണ്ടത്, സൈക്കോളജിസ്റ്റിനെ കാണണോ അല്ലെങ്കിൽ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റിനെ കാണണോ അല്ലെങ്കിൽ ഏർലി ഇന്റർവെൻഷൻ ക്ലിനിക്കിൽ പോകണോ, ജനറലൈസ്ഡ് കൗൺസിലിംഗ് മതിയോ, അതിനെക്കുറിച്ചൊക്കെ വി ക്യാൻ ഗൈഡ്, വി ഹോപ്പ് ടു ഗൈഡ് പീപ്പിൾ സോ ദാറ്റ് ഈ സർവീസസിനെ എത്രയും പെട്ടെന്ന് എത്തിക്കാനും അത് ഉപയോഗിക്കാനും ആ ബുദ്ധിമുട്ടിന്ന് അവരെ കരകയറ്റിക്കൊണ്ട് വരാനും വി ഹോപ്പ് ടു യൂസ് ദി സർവീസസ്. അതേപോലെ തന്നെ ദൂരെ നിന്നുള്ളവർക്ക് ടെലികൺസൾട്ടേഷൻ സർവീസസ് എങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യാം. സോ ഇങ്ങനത്തെ കുറെ facilitation we hope to do as we go ahead with this group. So idellam varikku we hope to strengthen both our family, individuals as well as the community and bring about a resilient community nu parayam. A resilient community is a sign of resilient families, and resilient families undengil resilient individuals jenikkum. ആൻഡ് റെസിലിയൻസ് ആണ് നമ്മുടെ ഒന്ന് വീണാൽ പിന്നെയും പൊങ്ങി എണീറ്റ് മുമ്പോട്ട് പോകാനുള്ളൊരു കരുത്ത് നൽകുന്ന ഒരു മാനസിക മെന്റൽ ട്രേറ്റ്. സോ റെസിലിയൻസിലോട്ട് എല്ലാവരെയും കൊണ്ടുവരാൻ സഹായിക്കാൻ പറ്റുന്ന ഒരു സർവീസ് ആവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നന്ദി ഡോക്ടർ രംഗു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. ഈ ഒരു കാര്യം നോക്കുമ്പോഴേക്കും ഞാനിപ്പോ ആലോചിക്കുക, നമ്മളുടെ ഇവിടെ സോഷ്യൽ സ്റ്റിഗ്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യം ഒന്ന് ആലോചിക്കുകയായിരുന്നു ഇപ്പോൾ. കാരണം ഏകദേശം 824 പേര് നമ്മളുടെ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അത് നമ്മൾ തന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ സമുദായത്തിന്റെ പല ഗ്രൂപ്പുകളിലേക്കും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു കുറഞ്ഞത് 3500-4000 പേരിലേക്ക് ഈ മീറ്റിംഗിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് 70 പേരാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ക്ലിയർലി ഷോസ് ദാറ്റ് ദ സോഷ്യൽ സ്റ്റിഗ്മ ഈസ് സ്റ്റിൽ ദർ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് അവയർനെസ് വന്നിട്ട്, മെന്റൽ ഹെൽത്തിന്റെ അവയർനെസ് വന്നിട്ട് എത്രത്തോളം കുറവാണെന്നുള്ളത് നമ്മളുടെ വർക്ക് എത്രത്തോളം കൂടുതലുണ്ടെന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ. ഇതുമായിട്ട് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. വി വിൽ ഹാവ് 2-3 minutes ഫോർ ദാറ്റ്. സംശയമുള്ളവർ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കണേ. യെസ് മാം. ഈ ഒരു ഫിസിക്കൽ അവയർനെസ് ക്ലാസ് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ സംഘടനകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, YMCAയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫിസിക്കൽ ഒരു അവയർനെസ് ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ എടുക്കാറുണ്ടോ? ഫിസിക്കൽ എന്ന് പറയുന്നത് ഓഫ്ലൈൻ എന്നാണ് നിങ്ങൾ ഐ തിങ്ക് യുവർ മീനിങ് അല്ലേ? ഓഫ്ലൈൻ. ഓഫ്ലൈൻ ആണ്. ഓക്കെ. ഓഫ്ലൈൻ ഞങ്ങള് പല സ്ഥലങ്ങളിലും ഞങ്ങള് അവയർനെസ്സും ക്ലാസ്സസും എടുക്കാറുണ്ട്.
ട്രിവാൻഡ്രം വരെ വരുന്ന കാര്യം ഐ എം നോട്ട് വെരി ഷുവർ. അത് ഞങ്ങളുടെ ഡയറക്ടറേറ്റിന്റെ പെർമിഷനും ഞങ്ങളുടെ ഷെഡ്യൂളും ഒക്കെ നോക്കേണ്ടി വരും. പക്ഷെ എറണാകുളം സ്ഥലത്ത് ഞങ്ങൾ പല സ്ഥലത്തും ഓഫ്ലൈൻ ക്ലാസ്സസും സ്കൂൾസിൽ ട്രെയിനിങ് പ്രോഗ്രാംസും മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസും നടത്താറുണ്ട്. ട്രിവാൻഡ്രം ഞാൻ സെന്റ് ജോസഫ് ചർച്ചിലാണ്. അവിടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ ഞാനുണ്ട്. കഴിഞ്ഞ വർഷം കൺവെന്റിലായിരുന്നു. ഞങ്ങൾ ഒരുപാട് അവയർനെസ് ക്ലാസ് നടത്തിയിട്ടുണ്ട്, പള്ളിയിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ പള്ളിയിലും പിന്നെ ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ മിനിസ്ട്രി നടത്തുന്നുണ്ട്. ഏകദേശം ഒരു 1400 കുടുംബങ്ങളുള്ള ഒരു ഇടവകയാണ്. തലസ്ഥാന നഗരി തന്നെയാണ്, മെയിൻ സിറ്റി തന്നെയാണ് ഞങ്ങളുടെ പള്ളി. അപ്പൊ അവിടെ നടത്താൻ താല്പര്യം ഉണ്ടോ, അവിടെ വരാൻ താല്പര്യം ഉണ്ടോ എന്നാണ് ചോദിച്ചത്, ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ. അത് like I said, we will have to talk to our team and then get back to you, madam. Okay. Number thanna we can get back to you. ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ. ഇവരെ ഈ ടീമിനെ കോണ്ടാക്ട് ചെയ്യാൻ ഇനി കോണ്ടാക്ട് നമ്പേഴ്സ്, ഹൂം ടു കോണ്ടാക്ട് ഫോർ ഡിഫറെന്റ് പല ഓക്യുപ്പേഷണൽ, അവര് ഗൈഡൻസ് തരാന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക്. ഹലോ, കേക്കാവോ? യെസ് മാഡം. സോ ഇപ്പോ ഞങ്ങളും പിന്നെ മിസ്റ്റർ ജെയ്സണും ഫാദർ അഭിലാഷും കൂടി നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ. സോ ബേസിക്കലി തൽക്കാലം എല്ലാ ക്വയറീസും ഗ്രൂപ്പിൽ കൂടി ആയിരിക്കും. ഞങ്ങളുടെ ഒരു ടീം മെമ്പർ, ഞങ്ങളുടെ ലൂർസ് ടീമിൽ വി വിൽ ബി ലുക്കിംഗ് അറ്റ് ഡെയിലി മെസ്സേജസ്. ഇൻഡിവിജ്വൽ മെസ്സേജസ് എന്തെങ്കിലും ഇൻഡിവിജ്വലൈസ്ഡ് ഹെൽപ്പ് വേണമെങ്കിൽ വി വിൽ കോൺടാക്ട് ഡയറക്ട്ലി. ഒരു ജനറലൈസ്ഡ് ഇപ്പൊ എല്ലാവർക്കും അറിയേണ്ട ഒരു ടോപ്പിക് ആണ് അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് കൺസേൺ ആണെങ്കിൽ വി ക്യാൻ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് എ സെഷൻ ലൈക്ക് ദിസ്, ഗൂഗിൾ മീറ്റ് പോലെയോ ക്വസ്റ്റ്യൻ ആൻസർ സെഷനോ വെബിനാറോ വേണമെങ്കിൽ വി വിൽ ഓർഗനൈസ് ദാറ്റ് ഓൾസോ. ഇൻഡിവിജ്വൽ നമ്പേഴ്സ് ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ ഗ്രൂപ്പിൽ കൂടി വി വിൽ ഫെസിലിറ്റേറ്റ് ദാറ്റ്. ഓക്കെ, അപ്പൊ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ വേണ്ട കേസസ് ആണെങ്കിൽ അതെങ്ങനെയാ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക? അതിലും ഗ്രൂപ്പിൽ കൂടി യു കുഡ് പുട്ട് ഇൻ ദ നീഡ് ഫോർ ഇറ്റ് ആൻഡ് വി വിൽ സീ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഓബിയസ്ലി വി കൻ നോട്ട് ഡിസ്കസ്. ഇൻഡിവിജ്വൽ ആയിട്ട് വി വിൽ ട്രൈ ടു റീച്ച് ഔട്ട് ആൻഡ് സീ ഹൗ വി കൻ. ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, ബട്ട് ഹൗ ടു ആക്സസ് ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു. നമുക്കൊരു ഓൺലൈൻ നമ്പർ ഉണ്ട്, ആ നമ്പർ വീണ്ടും ഗ്രൂപ്പിൽ ഇടാം. ആ നമ്പറിലേക്കാണ് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കേണ്ടത്. Then the team will get back to whoever is needy. Good evening, madam. Hello, excuse me. Good evening, madam. പറഞ്ഞോ. മാഡം, ഞാനിത് മാഹി എന്നാണ്, കണ്ണൂർ ജില്ല, മാഹി, പോണ്ടിച്ചേരി. ഓക്കെ. അപ്പോ മാഡം, BCCകളിലെ നമുക്ക് ചെറിയ ഏതെങ്കിലും രീതിയിലുള്ള എക്സർസൈസുകൾ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുമോ? അതായത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ന്യൂ ജനറേഷന്, മാഡം ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിട്ടില്ലേ, മറ്റേ ഈ മൊബൈൽ അഡിക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ചെറിയ രീതിയിൽ എന്തെങ്കിലും പിന്നെ ഇതുപോലെ ക്വസ്റ്റ്യനർ പോലെയോ അല്ലെങ്കിൽ എക്സർസൈസ് പോലെയോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതിന്റെ എന്തെങ്കിലും നമുക്ക് കിട്ടുമോ? പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയ എന്തെങ്കിലും? ഐ മീൻ റെഡിമെയ്ഡ് ആയിട്ട് ഇപ്പം ഗ്രൂപ്പിൽ ഇടാനില്ല, പക്ഷെ ദീസ് ആർ തിങ്സ് ഞങ്ങൾ വീഡിയോസ് ഒക്കെ റീൽസും വീഡിയോസും ഇങ്ങനത്തെ ചില ടോപ്പിക്സിന് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനോ ആവശ്യമുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സും ഗ്രൂപ്പിൽ ഉണ്ടാവുമായിരിക്കും. ദോസ് ആർ പാർട്ട് ഓഫ് ദ പ്ലാൻസ് മുമ്പോട്ട് പോകുമ്പോൾ. മാഡം, ഞാനിത് സെന്റ് തെരേസ ബസലിക്ക മാഹി എന്നാണ്, അവിടെ. ഓക്കെ മാഡം, താങ്ക് യു. അത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇനി വരുന്ന ആളുകളിൽ ഈ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്ത് കിട്ടുമല്ലോ അല്ലേ? അതെ, ഈ ഗ്രൂപ്പിൽ റെഗുലർ ആയിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ മെറ്റീരിയൽ ഇടാനാണ് പ്ലാൻ. അപ്പോൾ ചിലപ്പോൾ മോസ്റ്റ് ലൈക്ലി വീഡിയോസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് അപ്സ് ആയിട്ട് ഇപ്പൊ PDF ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഓക്കെ മാഡം, താങ്ക് യു. എന്റെ പേര് ടെനിസൺ തോമസ് മാഡം. ഓക്കെ, നൈസ് മീറ്റിംഗ് യു സർ. ഓക്കെ. നമ്മുടെ ഡെയിലി ടിപ്സ് ഇടുന്നത് വളരെ നന്നായിട്ട് ഉണ്ട് മാം. അത് റിയലി ഇൻഫോർമേറ്റീവ് ആണ്. പല ആളുകളും അതിനെ ലൈക്ക് ചെയ്യുന്നുണ്ട്. അത് ഒത്തിരിയധികം അക്സെപ്റ്റൻസ് ഉണ്ട് അതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു.
ഇനി ക്വസ്റ്റ്യൻസ് ആർക്കും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ഓക്കെ. Good evening, madam. Yes. Good evening. Hello. Good evening. ചോദിച്ചോളൂ. ഏത് മൈക്കില്ല? കേൾക്കാം. പറഞ്ഞോളൂ. ഇതല്ലേ? ജോർജ് സർ പറഞ്ഞോളൂ. Hello. Good evening, madam. Hello sir. Good evening, madam. പറഞ്ഞു sir. കേൾക്കുന്നുണ്ട്. പറഞ്ഞു. Good evening. എന്റെ പേര് Hello. കേൾക്കുന്നുണ്ടോ? Okay. കേൾക്കുന്നുണ്ട്. പറഞ്ഞു sir. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ മാഡം? എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ഞാനൊരു 68 years old ആണ്. അപ്പൊ നമുക്ക് എൻ്റെ ഒരു ചില ആകാംക്ഷകളും ചില കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ആകാംക്ഷ ഇങ്ങനെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള അതെ, ആൾക്കാർക്ക് എന്നെ പോലെയുള്ള പല ആളുകൾക്കും ഉണ്ടാകാമല്ലോ. ഹലോ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾക്ക് ഇപ്പൊ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള അങ്ങനെയുള്ള കേസുകൾക്ക് ഇപ്പൊ ഞാൻ എന്നെ പോലെയുള്ള ആൾക്ക് ചില എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ ഉത്കണ്ഠ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി അത് അസസ് ചെയ്യാൻ പറ്റും. ആങ്സൈറ്റി ആണെങ്കിലോ അല്ലെങ്കിൽ ഉത്കണ്ഠകളാണെങ്കിലോ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. കൗൺസിലിംഗ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്, തെറപ്പി ഉണ്ട്. ഞാൻ കേട്ടു. അപ്പോ ജോർജ് സാറ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലിൽ OPD വന്നാൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻസ്? ഓക്കെ, വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെഷൻ. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. ഈ മനോഹരമായ സായാഹ്നം ശുഭകരമായി അവസാനിക്കാൻ പോവുകയാണ്. ഇന്നിവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും, വിശിഷ്ട വ്യക്തികൾക്കും നന്ദി അറിയിക്കുന്നതിനായി ആശ്വാസ് കൗൺസിലിംഗ് സെന്ററിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ജോസ് ടൗണ്ടലിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഭിമന്യ പോൾ പിതാവേ. അൺമ്യൂട്ട് ചെയ്യണം. കേൾക്കുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ. അഭിമന്യ പിതാവേ, അഭിലാഷ് അച്ഛ, ജെയ്സൺ, ലൂർദ് ആശുപത്രി ഡയറക്ടർ ഫാദർ ജോർജ് സെക്യൂര, ഡോക്ടർ റിങ്കോ, ഇതിങ്ങനെ ഒരു കാര്യം തുടങ്ങിയത് വളരെ നല്ലത് തന്നെയാണ്. കാരണം പലർക്കും ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു മാനസിക ആരോഗ്യവും മാനസിക അസുഖവും ആളുകൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് പലപ്പോഴും ഇത് ചെയ്യുന്നത്. ആരോഗ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അസുഖമാകുന്നില്ല പലപ്പോഴും. ആളുകൾക്ക് ഇത് അറിയില്ല. ഇന്ന് തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി വന്നു. അപ്പൊ അവൾക്ക് കുറെ പാസ്റ്റ് ചെറുപ്പം മുതൽ തന്നെയുള്ള ഒരുപാട് നെഗ്ലക്റ്റും അതൊക്കെ വന്നു. അപ്പോൾ ഷീസ് ഹാവിങ് എ പാനിക് അറ്റാക്സ് നൗ. പല എപ്പിസോഡ്സ് ഉണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ പാരന്റ്സ് പറയുന്നത് അത് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ വലിയ വിഷയമാണോ എന്ന്. കാരണം ആളുകള്
അവയർ അല്ല. നമ്മള് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അപ്പോൾ ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ കേരള CBSEയുടെ കീഴിൽ, എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ ഇപ്രകാരം ഒരു ഇത് തുടങ്ങിയത് വളരെ നല്ലത് തന്നെയാണ്. ഒരുപാട് പേരെ സഹായിക്കാനായിട്ട് ഇതുവഴിയായിട്ട് സാധിക്കും. കാരണം ഈ കൗൺസിലിങ്ങിലൂടെ തെറാപ്പി വേണ്ടവർക്കാണെങ്കിൽ തെറാപ്പിയോ അല്ലെങ്കിൽ മെഡിക്കേഷൻ വേണ്ടവർക്ക് വ്യക്തികളാണെങ്കിൽ അത്തരത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സഹായിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹെൽപ്പ് ലൈൻ പോലെ തുടങ്ങിയാണ്. ഇപ്പോൾ ഞങ്ങൾ വരാപ്പുഴ രൂപതയിലെ കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 17 വർഷത്തോളമായി. അപ്പോൾ അതിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. ഞങ്ങൾക്ക് സൈക്കോളജിസ്റ്റ് ഉണ്ട്. ലോർദ് ഹോസ്പിറ്റലിന്റെ ബാക്കപ്പ് ആയിട്ട് സൈക്കാട്രിയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇന്നിവിടെ ഇപ്രകാരം ഒരു പ്രവർത്തനം കേരള CBSEയുടെ കീഴിൽ ആരംഭിച്ചത് വളരെ നല്ലത് തന്നെയാണ്. കൂടുതൽ തീക്ഷ്ണതയോടെ എല്ലാവർക്കും പ്രവർത്തിക്കാനും നമ്മളുടെ ആളുകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആരോഗ്യം പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു അവസരമാകട്ടെ. ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച അഭിമന്യ പോൾ മുല്ലശ്ശേരി പിതാവിനെ എല്ലാവരുടെയും പേരിൽ, നമ്മൾ ഏകദേശം 70 പേരോളം ഇപ്പൊ ഇവിടെ കൂടിയിട്ടുണ്ട്. എല്ലാവരുടെയും പേരിൽ അഭിമന്യ പിതാവിന് ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ എഡ്യൂക്കേഷൻ ഫോറത്തിന്റെ നേതൃത്വം നൽകുന്ന സെക്രട്ടറി ആയിട്ടുള്ള ഫാദർ അഭിലാഷ് ഗ്രിഗറി, അച്ഛനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ജെയ്സൺ ആദപ്പള്ളി, പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതിന് കൂടുതൽ ഇനീഷ്യേറ്റീവും ബാക്കപ്പും നൽകുന്നത് ലൂർദ് ഹോസ്പിറ്റൽ എറണാകുളമാണ്. അവിടുത്തെ ഡയറക്ടർ ജോർജ് സെക്യൂര, അതോടൊപ്പം തന്നെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിനെ ഹെഡ് ചെയ്യുന്ന ഡോക്ടർ റിങ്കു, എല്ലാവർക്കും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. നമ്മളെ കൊണ്ട് സാധിക്കുന്ന നന്മ നമ്മളുടെ സമൂഹത്തിന് നൽകാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒറ്റ വാക്കില് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫാദർ. എല്ലാവർക്കും നന്ദി. നാളെ മുതൽ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടിപ്സ് എല്ലാം തരുന്നത്. പിന്നെ കൂടുതൽ ആക്ടിവിറ്റീസോടുകൂടി മൈൻഡ് യുവർ മൈൻഡ് ഗ്രൂപ്പ് അറിവിന്റെയും കരുതലിന്റെയും പുത്തൻ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നല്ലൊരു രാത്രി നേരുന്നു. ശുഭരാത്രി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. Thank you very much. Thank you very much. Good night. ഈ ലിങ്ക് തന്നെയാണ് അടുത്തതിനല്ല. നല്ല പിതാവേ, അടുത്തല്ല എത്രയ്ക്ക് അടുത്തത് ഇട്ട്. ഓക്കെ, ശരി. താങ്ക് യു. എത്രയ്ക്കാ? ബൈ. Thank you. Good night. Good night. Thank you so much. Good night. Thank you. Good night. Good night. Good night. Good night.